All of you, welcome back to my YouTube channel Ajit Edison. It's me, Ajit Anuswara. ഇന്ന് 10ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ബാച്ചിന് വേണ്ടിയുള്ള ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് വിൻഡോസ് ഓഫ് നോളേജ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 3 ക്ലാസ്സാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ 2 ഭാഗങ്ങളുടെ വീഡിയോ, ആ വീഡിയോയിലെ ലിങ്കുകൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 2 വീഡിയോ കൂടി നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതുകൂടി വാച്ച് ചെയ്യുക. അതിനുശേഷം 3ാമത്തെ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പഠിച്ചതിൻ്റെ തുടർച്ചയായി വരുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ, കണ്ണിലെ പ്രകാശ ക്രമീകരണം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. എൻട്രി ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ലൈറ്റ് ഈസ് ഹാംഫുൾ ടു ദ ടിഷ്യൂസ് ഓഫ് ദ ഐ. കണ്ണിലേക്ക് തീവ്രപ്രകാശം കടന്നു ചെല്ലുന്നത് കണ്ണിലെ കലകൾക്ക് ദോഷകരമാണ്. ഐറിസ് ആൻഡ് ദ അപ്പേർച്ചർ അറ്റ് ഇറ്റ്സ് സെൻറ്റർ കാൾഡ് പ്യൂപ്പിൾ റെഗുലേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫാളിംഗ് ഓൺ ദി ഐ. ഐറിസും അതിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമായ പ്യൂപ്പിളും എന്ത് ചെയ്യുന്നു, കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ തീവ്രതയെ എന്ത് ചെയ്യുന്നു, ക്രമീകരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്, തീവ്രപ്രകാശമുള്ള സൂര്യനിലേക്ക് അല്ലെങ്കിൽ സൂര്യനിലേക്ക് നേരിട്ട് നോക്കാൻ പാടില്ല, സൂര്യനെ നേരിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കാനായിട്ട് പാടില്ല, നേക്കഡ് ഐ കൊണ്ട് സൂര്യനെ നോക്കാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം, തീവ്രമായ പ്രകാശം കണ്ണിലെത്തിക്കഴിഞ്ഞാൽ കണ്ണിലെ കലകൾക്ക് ദോഷകരമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള തീവ്രപ്രകാശത്തെ കണ്ണിലേക്ക് കടത്തിവിടാതെ പ്രകാശത്തെ ക്രമീകരിക്കുന്നത് ഐറിസും അതിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമായ ഏതുമാണ്, പ്യൂപ്പിളുമാണ് എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. അത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് പോർഷൻ. ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ is regulated by the action of radial and circular muscles. റേഡിയൽ മസിൽസിൻ്റെയും സർക്കുലർ മസിൽസിൻ്റെയും ആക്ഷൻ്റെ ഫലമായിട്ട്, അവയുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ പ്യൂപ്പിളിൻ്റെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യുന്നത്, സൈസ് ക്രമീകരിക്കപ്പെടുന്നത്. എല്ലാവർക്കും സ്ക്രീനിൽ 2 ചിത്രങ്ങൾ കാണാൻ കഴിയും. നമ്മുടെ കണ്ണിൻ്റെ ചിത്രം തന്നെയാണ് രണ്ടും എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ 2 ചിത്രത്തിനും താഴെ, 2 പിക്ചറിനും താഴെയായിട്ട് 2 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് കാണും. ആ 2 പിക്ചർ തമ്മിലും ചില ഡിഫറൻസസ് ഉണ്ട് അല്ലെങ്കിൽ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് കാണും അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ഇൻ പീപ്പിൾ ഇൻ ഡിം ലൈറ്റ്. ആദ്യ ചിത്രത്തിന് താഴെയായിട്ട് ചേഞ്ച് ഇൻ പീപ്പിൾ ഇൻ ഡിം ലൈറ്റ് എന്നുള്ളതാണ്. അതായത് പ്യൂപ്പിളിന് മങ്ങിയ പ്രകാശത്തിലുണ്ടാകുന്ന മാറ്റമാണ് ആദ്യ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എങ്കിൽ 2ാമത്തെ ചിത്രത്തിൽ ചേഞ്ച് ഇൻ പീപ്പിൾ ഇൻ ബ്രൈറ്റ് ലൈറ്റ് എന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതായത് തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിളുണ്ടാകുന്ന മാറ്റമാണ് 2ാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സ്ക്രീനിൽ നമുക്കിപ്പോഴും 2 ചിത്രങ്ങൾ കാണാൻ സാധിക്കും, 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും. ആദ്യ പിക്ചറിൽ റേഡിയൽ മസിൽസ് കോൺട്രാക്റ്റ് എന്നും 2ാമത്തെ പിക്ചറിൽ സർക്കുലർ മസിൽസ് കോൺട്രാക്റ്റ് എന്നും എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കാൻ കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, വെൻ ദ റേഡിയൽ മസിൽസ് കോൺട്രാക്റ്റ് ഇൻ ഡിം ലൈറ്റ് ദ സൈസ് ഓഫ് ദ പീപ്പിൾ ഇൻക്രീസസ്. എന്താ പറഞ്ഞിരിക്കുന്നത്, വെൻ ദ റേഡിയൽ മസിൽസ് കോൺട്രാക്റ്റ് ഇൻ ഡിം ലൈറ്റ്. ആദ്യ ചിത്രം ശ്രദ്ധിക്കുക, ആദ്യ ചിത്രത്തിൽ റേഡിയൽ മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് കോൺട്രാക്റ്റ് ചെയ്യുന്നത്, ഇൻ ഡിം ലൈറ്റ്. ഡിം ലൈറ്റ് എന്ന് പറഞ്ഞാൽ മങ്ങിയ വെളിച്ചത്തിൽ, മങ്ങിയ പ്രകാശത്തിൽ അത് കോൺട്രാക്റ്റ് ചെയ്യും. ഏത് കോൺട്രാക്റ്റ് ചെയ്യും, റേഡിയൽ മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യും. ദ സൈസ് ഓഫ് ദ പീപ്പിൾ ഇൻക്രീസസ്.
പീപ്പിളിൻ്റെ സൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, വലുതാകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചെറിയ പ്രകാശം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചം മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ മാക്സിമം ലൈറ്റിനെ അകത്തേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പീപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്, വലുതാവുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രം ശ്രദ്ധിക്കുക. വെൻ ദ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ഇൻ ഇൻറ്റൻസ് ലൈറ്റ് ദ സൈസ് ഓഫ് ദ പീപ്പിൾ ഡിക്രീസസ്. ഏതാ പറഞ്ഞിരിക്കുന്നത്? വെൻ ദ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു, വലിയ പേശികൾ എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇൻ ഇൻറ്റൻസ് ലൈറ്റ്, എപ്പോഴാണ്, തീവ്രപ്രകാശമുള്ളപ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, ചുരുങ്ങുന്നത്. ദ സൈസ് ഓഫ് ദ പീപ്പിൾ ഡിക്രീസസ്. ആ സമയത്ത് എന്ത് സംഭവിക്കും, പീപ്പിളിൻ്റെ വലിപ്പം കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പീപ്പിളിൻ്റെ വലിപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചം മാത്രമേ അകത്തേക്ക് കടക്കത്തുള്ളൂ. അതായത് തീവ്രപ്രകാശമാണുള്ളത്. അങ്ങനെ തീവ്രപ്രകാശം ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കണ്ണിലെ ടിഷ്യൂസിന് അത് എന്താണെന്ന് പറഞ്ഞു, ഹാംഫുള്ളാണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അങ്ങനെ ടിഷ്യൂസിന് യാതൊരുവിധ പ്രോബ്ലംസും വരാതിരിക്കാൻ വേണ്ടി കണ്ണിലുള്ള അറേഞ്ച്മെൻറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെൻസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ദസ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് falling on the lens is regulated according to the intensity of light. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ പ്രകാശ തീവ്രതയ്ക്ക് അനുസൃതമായി ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രകാശ തീവ്രതയ്ക്ക് അനുസൃതമായിട്ട് ലെൻസിലേക്കുള്ള, നമ്മുടെ ലെൻസിലേക്ക് കടന്നു വരുന്ന പ്രകാശത്തിൻ്റെ അളവ് ക്രമീകരിക്കപ്പെടുന്നു. അതിന് സഹായിക്കുന്ന നമ്മൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു, സർക്കുലർ മസിൽസും റേഡിയൽ മസിൽസും ആണ് എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു. ഫോർമേഷൻ ഓഫ് ഇമേജ്, പ്രതിബിംബം രൂപപ്പെടുന്നു അല്ലെങ്കിൽ പ്രതിബിംബം രൂപപ്പെടുന്ന വിധം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. ദ കർവേച്ചർ ഓഫ് ദ കോർണിയ ആൻഡ് ദ ലെൻസ് ഹെൽപ്പ് ലൈറ്റ് റേസ് വിച്ച് റിഫ്ലക്റ്റ് ഫ്രം ആൻ ഒബ്ജക്റ്റ് ടു ഗെറ്റ് ഫോക്കസ്ഡ് ഓൺ ദ റെറ്റിന. വസ്തുവിൽ നിന്ന് പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നതിന് കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രത സഹായിക്കുന്നു. കർവേച്ചർ എന്ന് പറഞ്ഞാൽ വക്രത, വളഞ്ഞിരിക്കുന്ന, കോർണിയയും ലെൻസുമൊക്കെ വളഞ്ഞാണ്, വക്രതയോടുകൂടിയാണ് ഇരിക്കുന്നത്. അങ്ങനെ കർവേച്ചർ ആയതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നു, ലൈറ്റ് റേസിനെ കൃത്യമായിട്ട് എവിടെ ഫോക്കസ് ചെയ്യാനായിട്ട്, റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കണ്ണിലെ ലെൻസ് ഏതാണെന്നറിയാം, കോൺവെക്സ് ലെൻസ് ആണെന്നൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ലെൻസ് ഓഫ് ദ ഐ. അല്ലേ, കണ്ണിലെ രൂപപ്പെടുന്ന അല്ലെ കണ്ണ് റെറ്റിനയിൽ രൂപപ്പെടുന്ന ഇമേജിന്, ലെൻസിലൂടെ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന കാര്യം. അവിടെ ഒരു 3 പോയിൻ്റാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ടെക്സ്റ്റിനകത്ത്. അതിൽ ഒരു പോയിൻ്റ് അവിടെ കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തെ പോയിൻ്റ് റിയൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് റിയൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രതിബിംബമാണ് രൂപപ്പെടുന്നത്. ഇവിടെ നിങ്ങൾക്ക് വലതുവശത്തായിട്ട് ഒരു ചിത്രം കാണാൻ കഴിയും, ഒരു പിക്ചർ കാണാം. ഫോർമേഷൻ ഓഫ് ഇമേജ് എന്ന് കൊടുത്തിരിക്കുന്ന ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ റെറ്റിനയിൽ രൂപം കൊള്ളുന്ന ഇമേജിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിൻ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു, റിയൽ ഇമേജ് ആണ് അല്ലെങ്കിൽ റിയൽ ആണ്, യഥാർത്ഥമാണ്. ഒരു ഇമേജ് റിയൽ ആണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരു സ്ക്രീനിലേക്ക് പതിപ്പിക്കാൻ കഴിയുന്ന ഇമേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിയൽ ഇമേജ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതാ രണ്ടാമതായി പഠിക്കുന്നു. നമ്മൾ ആ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ റെറ്റിനയിൽ രൂപം കൊള്ളുന്ന ഇമേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, തല തിരിഞ്ഞതാണ്, ഇൻവെർട്ടഡ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇമേജിൻ്റെ പ്രത്യേകത, അത് ഇൻവെർട്ടഡ് ആണ്, തല കീഴായതാണ്. അല്ലേ, തല തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പ്രത്യേകത, അത് സ്മാളാണ്. എന്താണ് സ്മാളെന്ന് പറഞ്ഞാൽ ചെറുതാണ്. അങ്ങനെ റെറ്റിനയിൽ രൂപം കൊള്ളുന്ന പ്രതിബിംബം സ്മാളാണ്, ചെറുതാണ്. അപ്പോൾ 3 പോയിൻ്റാണ് നമ്മൾ പഠിച്ചത്. എന്തിനെക്കുറിച്ച് പഠിച്ചത്, നമ്മുടെ റെറ്റിനയിൽ രൂപം കൊള്ളുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത, പെക്യുലാരിറ്റീസ് ഓഫ് ഇമേജ് ഫോംഡ് ഇൻ ദ റെറ്റിന. അല്ലേ, അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിൻ്റ് റിയലാണ്, 2 അത് ഇൻവെർട്ടഡ് ആണ്, 3 അത് സ്മാളാണ്. അങ്ങനെ 3 പോയിൻ്റുകളാണ് നമ്മളവിടെ പഠിച്ചത്.
വി ക്യാൻ സീ നിയർ ബൈ ആൻഡ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് ക്ലിയർലി. നമുക്ക് അടുത്തുള്ള വസ്തുവിനെയും അകലെയുള്ള വസ്തുക്കളെയും വ്യക്തമായി കാണാൻ സാധിക്കും. ദിസ് ഈസ് ബിക്കോസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ്. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുന്നതാണ് ഇതിന് കാരണം. നമുക്ക് അടുത്തുള്ള വസ്തുവിനെയും അകലെയുള്ള വസ്തുവിനെയും വ്യക്തമായി കാണാൻ സാധിക്കുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ നമുക്ക് 2 ചിത്രങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് വൈൽ വീവിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ്, നമ്മൾ അകലെയുള്ളൊരു വസ്തുവിനെ കാണുന്നതും, രണ്ടാമത്തെ ചിത്രം വൈൽ വ്യൂവിങ് നിയർ ബൈ ഒബ്ജക്റ്റ്. 2 പിക്ചേഴ്സാണ് ഉള്ളത്. ഒന്ന് അകലെയുള്ള വസ്തുവിനെ നോക്കുന്നതും രണ്ടാമത്തേത് അടുത്തുള്ള വസ്തുവിനെ നോക്കുന്നതുമായ 2 ചിത്രങ്ങൾ. ആദ്യ ചിത്രത്തിൽ അകലെയുള്ളൊരു എന്തിനെ നോക്കുന്നു? ഒരു ട്രീ നോക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ അടുത്തിരിക്കുന്ന ഒരു പുസ്തകം നോക്കുന്നു എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അടുത്തുള്ളതും അകലെയുള്ളതുമായ വസ്തുക്കളെ നോക്കുമ്പോൾ കണ്ണിലെ സീലിയറി മസിൽസും ലെൻസിനും അതുപോലെ ലിഗമെൻസിനും ഒക്കെ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. നെക്സ്റ്റായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടേബിളാണ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ നമ്മൾ വൈൽ വീവിങ് നിയർ ബൈ ഒബ്ജക്റ്റും വൈൽ വീവിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റുമായി ബന്ധപ്പെടുന്ന അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഇവിടെ സംഭവിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച ഒരു ടേബിളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ 2 കോളമായിട്ടാണ് ഈ ടേബിൾ പോകുന്നത്. ആ ടേബിളിൽ ആദ്യ കോളത്തിൽ വൈൽ വീവിങ് നിയർ ബൈ ഒബ്ജക്റ്റ് എന്നും രണ്ടാമത്തെ കോളത്തിൽ വൈൽ വീവിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് എന്നും കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ശ്രദ്ധിച്ച് നോക്കുക. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് വൈൽ വ്യൂവിങ് നിയർ ബൈ ഒബ്ജക്റ്റ്. നമ്മൾ അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. എന്നാൽ വൈൽ വ്യൂവിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് നമ്മൾ അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ എന്ത് ചെയ്യുന്നു? വിശ്രമാവസ്ഥയിലേക്ക് വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം. വൈൽ വീവിങ് നിയർ ബൈ ഒബ്ജക്റ്റ് നമ്മൾ അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലിഗമെൻറ്റ്സ് റിലാക്സ്. ലിഗമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു? സ്നായുക്കൾ അയയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. വൈൽ വീവിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് നമ്മൾ അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലിഗമെൻറ്റ്സ് സ്ട്രെച്ച്, സ്നായുക്കൾ വലിയുന്നു. മുകളിലത്തെ ചിത്രത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഇവിടെ ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഓക്കെ, ഇവിടെ 2 ചിത്രങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ 2 ചിത്രങ്ങൾ കൂടി ഇതിനോടൊപ്പം നിങ്ങൾ നോക്കണം. അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത മൂന്നാമത്തെ പോയിന്റ് കർവേച്ചർ ഓഫ് ലെൻസ് വൈൽ വ്യൂവിങ് നിയർ ബൈ ഒബ്ജക്റ്റ്. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസിൻ്റെ വക്രത എന്ത് സംഭവിക്കുന്നു എന്നവിടെ കൊടുത്തിട്ടില്ല. വൈൽ വ്യൂവിങ് നിയർ ബൈ ഒബ്ജക്റ്റ് നമ്മൾ അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസിൻ്റെ വക്രത കർവേച്ചർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസസ്. വൈൽ വ്യൂവിങ് നിയർ ബൈ ഒബ്ജക്റ്റ് കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസസ് എന്നാണ് അവിടെ എഴുതേണ്ടത്. രണ്ടാമത് പഠിക്കുന്നത് വൈൽ വ്യൂവിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ കർവേച്ചർ ഓഫ് ലെൻസ് ഡിക്രീസസ്. എന്ത് ചെയ്യുന്നു? ലെൻസിൻ്റെ വക്രത കുറയുന്നു എന്നാണ് അവിടെ നമ്മൾ പഠിക്കേണ്ടത്. അവസാനത്തെ കോളത്തിൽ പറയുന്ന കാര്യം വൈൽ വ്യൂവിങ് നിയർ ബൈ ഒബ്ജക്റ്റ് നമ്മൾ അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ഫോക്കൽ ലെങ്ത് ഡിക്രീസസ്. അവിടെ ഫോക്കൽ ലെങ്ത് വരെ കൊടുത്തിട്ടുള്ളൂ, അവിടെ എഴുതേണ്ടത് ഡിക്രീസസ്. ഫോക്കൽ ദൂരം എന്ത് ചെയ്യുന്നു?
കുറയുന്നു. നമ്മൾ അടുത്തുള്ള വസ്തുവിനെ നോക്കുന്നു, അതുകൊണ്ട് തന്നെ ഫോക്കൽ ദൂരം കുറയുന്നു. എന്നാൽ വൈൽ വ്യൂവിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ്, നമ്മൾ അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഫോക്കൽ ദൂരം കൂടുന്നു അല്ലെങ്കിൽ ഇൻക്രീസസ് എന്നാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. അപ്പോൾ ഈ ടേബിളും അതിന് തൊട്ട് മുകളിലായിട്ട് നിങ്ങൾ കാണുന്ന ഈ 2 ചിത്രവും കൂടി നിങ്ങൾ കൃത്യമായിട്ടും ഓർത്തു വയ്ക്കണം. എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ പലതവണയായിട്ട് എക്സാമിന് ചോദിച്ച് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായിട്ടും ഈ 2 കാര്യങ്ങൾ ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ദ ഐ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എങ്ങനെ പറയും? കണ്ണിൻ്റെ സമഞ്ജനക്ഷമത എന്ന് പറയും. അപ്പോൾ എന്താണ് സമഞ്ജനക്ഷമത അല്ലെങ്കിൽ ദ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നു: ദ എബിലിറ്റി ഓഫ് ദ ഐ ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് കർവേച്ചർ ഇൻ അക്കോർഡൻസ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ ഐ ആൻഡ് ഫോം ദ ഇമേജ് ഓൺ ദ റെറ്റിന ഈസ് കാൾഡ് ദ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ. വലിയൊരു ഡെഫിനിഷനാണ്. സംഭവം സിമ്പിളാണ്. നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് എന്ത് വിളിക്കുന്നത്? അപ്പോൾ വലിയൊരു ഡെഫിനിഷനാണ്. നമുക്ക് സിമ്പിളാക്കി പഠിക്കാം. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്തുവാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ദ ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ റെറ്റിനയും ഫോട്ടോ റിസപ്റ്റേഴ്സിനെ കുറിച്ചും റെറ്റിനയിൽ കാണപ്പെടുന്ന പ്രകാശഗ്രാഹി കോശങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതും ആണ്.